So we want to prove the uniqueness of n is equal to ak. We want to prove the uniqueness of this expansion ak b raised to k plus etc. ak minus 1 b raised to k minus 1 plus etc. plus a1b plus a0. To prove the uniqueness of this expansion, we first assume there are two expansions are same. For this, we consider n has two expansions. One is n is equal to ak b raised to k plus ak minus 1 b raised to k minus 1 plus etc. plus a1b plus a0. Other is n is equal to ck b raised to k plus ck minus 1 b raised to k minus 1 plus etc. plus c1b plus c0. അപ്പോൾ നോക്കിയേ, വേണമെങ്കിൽ ഇത്രയും വാരി വലിച്ചിട്ട് എഴുതാതെ നമുക്ക് വേണമെങ്കിൽ ഇതിന് പകരം സിഗ്മയൊക്കെ വെച്ച് വേണമെങ്കിൽ എഴുതാം. എന്താ, ദിസ് ഈസ് ഈക്വൽ ടു സിഗ്മ I is equal to 0 to k ai b raised to k. ഇങ്ങനെ എഴുതാം അല്ല, ai b raised to I. ശരിയല്ലേ? ഇവിടെ i ന് പകരം എന്ത് ചെയ്യാം? i കുറച്ചുകൂടി ai b raised to I. അപ്പോ ai b raised to ഇവിടെ i നോക്കാം, i 0 കൊടുക്കുമ്പോൾ ഈ ടേം കിട്ടും, i 1 കൊടുക്കുമ്പോൾ ഈ ടേം കിട്ടും. അപ്പോൾ ഇത്രയും ലെങ്തിൽ എഴുതുന്നതിന് പകരം ഇങ്ങനെ സിഗ്മ വെച്ച് ഇങ്ങനെ എഴുതാം. ഇനി അടുത്തതിനെ എങ്ങനെ എഴുതാം? ഇതുപോലെ സിഗ്മ വെച്ചിട്ട് ഇസ് ഈക്വൽ ടു സിഗ്മ, അവിടെയും വേണമെങ്കിൽ i is equal to 0 to k ci into b raised to I. അപ്പോൾ അങ്ങനെ രണ്ട് രീതിയിൽ എഴുതാം. ഇവിടെ നോക്കിയാൽ ഇവിടെ സിക്ക് ഐക്ക് 0 കൊടുക്കുമ്പോൾ ഈ ടൈം കിട്ടും, ഐക്ക് 1 കൊടുക്കുമ്പോൾ ഈ ടൈം, അങ്ങനെ ഐക്ക് k വരെ കൊടുക്കാം അല്ലെ. സിഗ്മന്റെ ഉപയോഗം അറിയാത്തവരായിട്ട് ആരും ഇല്ലല്ലോ ഇവിടെ. where അതും കൂടി എഴുതിക്കാം, where 0 less than or equal to ai less than or equal to b and 0 less than or equal to ci less than or equal to b. അങ്ങനെയാണല്ലോ കഴിഞ്ഞതിലും പറഞ്ഞേ, ലെസ് ദാൻ ബി ആണ്. ഇവിടെ ശ്രദ്ധിക്കണം, ലെസ് ദാൻ ബി ആണ്. ലെസ് ഓർ ഈക്വൽ ടു വരില്ലല്ലോ ഡിവിഷൻ തിയറത്തിൽ. ഇനി നോക്കിയേ, ഇതിനെയും n എന്നാണ് വിളിച്ചിരിക്കുന്നത്, ഇതിനെയും n എന്നാണ് വിളിച്ചിരിക്കുന്നത്. എന്ന് വെച്ചാൽ രണ്ടും സെയിം എന്നല്ലേ, അതായത് ഈ എക്സ്പ്രഷനും സെയിം എന്നാണ്. ഏതൊക്കെ? ദാറ്റ് ഈസ് രണ്ട് ഇക്വേറ്റ് ചെയ്യാലോ. ഇക്വേറ്റിംഗ് we get ആരാ ak b raised to k plus ak minus 1 b raised to k minus 1 plus etc. plus a1b plus a0 is equal to അടുത്ത ak, അടുത്ത n എന്താ? ck b raised to k
plus ck minus 1 b raised to k minus 1 plus etc. plus c1b plus c0. അപ്പോൾ ഇവിടെ ഈ രണ്ട് എണ്ണുകളെ ഇക്വേറ്റ് ചെയ്തു. അപ്പോൾ ഇക്വേറ്റ് ചെയ്യുമ്പോഴോ നമുക്ക് സിഗ്മ വെച്ചുള്ള തൽക്കാലം ടെക്സ്റ്റിൽ സിഗ്മ വെച്ചാണ് എഴുതിയിരിക്കുന്നത്. നമുക്ക് കുറച്ചുകൂടി ഇങ്ങനെ എഴുതാം. ഇനി ഇക്വേറ്റ് ചെയ്യുമ്പോൾ നോക്കിയേ, ഈ ഇവിടെ സി കെ ബി റൈസ് ടു കെ, ഇവിടെ എ കെ ബി റൈസ് ടു കെ. ഈ സി കെ ബി റൈസ് ടു കെ ലെഫ്റ്റ് സൈഡ് വന്നാൽ എന്താവും? എ കെ ബി റൈസ് ടു കെ മൈനസ് സി കെ ബി റൈസ് ടു കെ എന്താവും? എ കെ മൈനസ് ബി കെ ഇൻറ്റു സി റൈസ് ടു കെ അല്ലേ? എ കെ മൈനസ് സി കെ എന്താവും? എ കെ മൈനസ് സി കെ ഇൻറ്റു ak minus ck into b raised to k into b raised to k plus അടുത്ത് ആരൊക്കെയാ? b raised to k minus 1 ആൾക്കാരുണ്ടല്ലോ. b raised to k minus ന്റെ കോഎഫിഷ്യന്റ് ഏതാ? ak minus 1 ഈ ഇവിടത്തെ ck minus 1 ലെഫ്റ്റ് സൈഡ് പോകുമ്പോൾ മൈനസ് ck minus 1 ആവും. മൈനസ് ck minus 1 b raised to k പ്ലസ് അടുത്തെന്താ? എക്സെട്ര പ്ലസ് ഇവിടെ a1b ഉണ്ട്, ഇവിടെ c1b ഉണ്ട്. ഈ c1b ലെഫ്റ്റ് സൈഡ് വരുമ്പോൾ a1b മൈനസ് c1b ആവും. അവിടെ നിന്ന് b കോമൺ എടുക്കുമ്പോൾ എന്താവും? a1 മൈനസ് c1b പ്ലസ് ഇവിടെ ലെഫ്റ്റ് സൈഡിൽ a0 ഉണ്ട്, ഇവിടെ c0. ലെഫ്റ്റ് സൈഡിൽ എന്തായിട്ട് വരും? a0 മൈനസ് c0 അല്ലേ? a0 മൈനസ് c0. വേണമെങ്കിൽ നിങ്ങൾ നോട്ട്ബുക്കിൽ എഴുതുമ്പോൾ ഒരു സ്റ്റെപ്പ് കൂടുതൽ എഴുതുക. കാരണം ഇവിടെയുള്ള ഓരോ ടേംസിനെയും ഇവിടെ ലെഫ്റ്റ് സൈഡിൽ കൊണ്ടുവന്നാൽ ഇവിടെയുള്ള ഈ ടേമിനെ ഇവിടെ കൊണ്ടുവരിക, അടുത്ത ഈ ടേമിനെ ഇവിടെ കൊണ്ടുവരിക, ഈ ടേമിനെ ഇവിടെ കൊണ്ടുവരിക. ലെഫ്റ്റ് സൈഡിൽ വരുമ്പോൾ പ്ലസ് സൈൻ മൈനസ് സൈൻ ആവും. ഈക്വൽ ടു റൈറ്റ് സൈഡ് 0 ആവും. ഇവിടെ b റൈസ് ടു k മൈനസ് 1 ആണ്. ഇനി നോക്കിയേ, ഇപ്പൊ നമുക്കിവിടെ എങ്ങനെ കിട്ടിയിരിക്കുന്നു? ദാറ്റ് ഈസ് ak minus ck into b raised to k plus ak minus 1 minus bk, ak minus 1 minus ck minus 1 b raised to k minus 1 plus etc. plus a1 minus c1 into b plus a0 minus c0 is equal to റൈറ്റ് സൈഡ് നോക്കിയേ, റൈറ്റ് സൈഡ് 0 എന്ന് കിടക്കണം. 0 നിങ്ങൾ ചുമ്മാ ഇങ്ങനെ എഴുതിക്കൂടെ? 0 ഇങ്ങനെ എഴുതാം, 0 into b raised to k plus 0 into b raised to k minus 1 plus etc. plus 0 into b plus 0 എന്ന് എഴുതാമല്ലോ. അപ്പോൾ ഇതിന്റെ മീനിങ് എന്താ? ദാറ്റ് ഈസ് ആര് 0 ആവും? ak മൈനസ് ck 0 അല്ലേ? ak മൈനസ് 1 ഇക്വേറ്റ് ചെയ്യുമ്പോൾ ak മൈനസ് 1 മൈനസ് ck മൈനസ് 1 is equal to 0 etc. a1 minus c1 is equal to 0 and a0 minus c0 is equal to 0. ശരിയല്ലേ?
that is ak is equal to ck, ak minus 1 is equal to ck minus 1, etc. a1 is equal to c1 and a0 is equal to c0. Hence എന്ത് പറയാം, hence നോക്കടോ, നമ്മൾ ഇവിടെ ഇക്വേഷൻ 1ഉം ഇത് ഇക്വേഷൻ 1ഉം ഇത് ഇക്വേഷൻ 2ഉമായിട്ടല്ലേ എടുത്തിരിക്കുന്നത്. ഇത് രണ്ടും ഡിഫറെന്റ് എക്സ്പാൻഷൻസ് എന്നല്ലേ നമ്മൾ അസ്യൂം ചെയ്തിരിക്കുന്നത് അല്ലേ. ഇത് രണ്ടും ഡിഫറെന്റ് എക്സ്പാൻഷൻസ് എന്നല്ലേ നമുക്ക് അസ്യൂം ചെയ്തിരിക്കുന്നത്. നമുക്ക് ഈ എ കെ ഈ സി കെ ഈക്വലായി, ഈ എ കെ മൈനസ് 1 ഈ സി കെ മൈനസ് 1 ഈക്വലായി, ഈ A1ഉം ഈ C1ഉം ഈക്വലായി, A0യും C0 ഈക്വലായി. അപ്പൊ എന്തായി, ഇത് രണ്ടും ഒന്നായില്ലേ. ഇവിടെ എ കെ ഇവിടെ സി കെ, ആ ഒരു വ്യത്യാസം ഇവിടെ ഉള്ളൂ. ഇവിടെ എ കെ മൈനസ് 1, ഇവിടെ ഈ രണ്ടാമത്തെ ടൈമിൽ ഈ വ്യത്യാസമുള്ള, ഈ ടൈമിൽ ഇവിടെയാണ് ഈ വ്യത്യാസം. അപ്പോൾ രണ്ട് എക്സ്പാൻഷൻസും സെയിം ആണ്. Hence both 1 and 2 are same. Hence both 1 and 2 are identical. Same അല്ലേ. Hence the representation, like thus the representation, thus the given the representation, thus the representation is unique. Unique ആയിട്ട് റെപ്രസെന്റ് ചെയ്യാം അല്ലേ. നിങ്ങളുടെ ടെക്സ്റ്റിൽ കുറച്ചുകൂടി കാര്യമായിട്ട് കൊടുത്തിട്ടുണ്ട്, അതിന്റെ ആവശ്യമില്ല, നമുക്കിത് മതി. അപ്പോൾ നമ്മൾ ഡെഫിനിഷനിലോട്ട് പോവാം. ബേസ് ബി റെപ്രസെന്റേഷന്റെ ഡെഫിനിഷൻ എന്താണ്? ബേസ് ബി റെപ്രസെന്റേഷന്റെ ഡെഫിനിഷൻ, base B representation the definition. What is the expression ak b raised to k plus ak minus 1 b raised to k minus 1 plus etc. plus a1 b plus a0 is the expression, and n is equal to the expression n is equal to is called the base B representation, is called the base B representation, base B representation അല്ലെങ്കിൽ ബേസ് ബി എക്സ്പാൻഷൻ എന്ന് പറഞ്ഞാൽ മതി അല്ലേ. ബേസ് ബി റെപ്രസെന്റേഷൻ അല്ലെങ്കിൽ ബേസ് ബി എക്സ്പാൻഷൻ, base B expansion, base B expansion of the integer n, of the integer n in base B. n എന്ന ഇന്റിജറിനെ b എന്ന ബേസിൽ എക്സ്പാൻഡ് ചെയ്യുന്നു. b ന്റെ ബേസിൽ n എന്ന ഇന്റിജറിനെ b ന്റെ ബേസിൽ എക്സ്പാൻഡ് ചെയ്യുന്നത് ഇങ്ങനെയാണ് അല്ലെ. നമ്മള് 529 എന്ന ഇന്റിജറിനെ 10ന്റെ ബേസിൽ എക്സ്പാൻഡ് ചെയ്യുന്നത് ഇങ്ങനെയാണ് അല്ലെ. ദിസ് 529 എന്ന നമ്പറിനെ 10ന്റെ ബേസിൽ എക്സ്പാൻഡ് ചെയ്യുന്നത് ഇങ്ങനെയാണ്. ഇങ്ങനെ ഒരേ രീതിയിലേക്ക് എഴുതാൻ പറ്റുള്ളൂ. അപ്പോൾ ദിസ് എക്സ്പാൻഷൻ ഈസ് കോൾഡ് base 10 expansion of the integer 529. ഇനി ഇവിടെ അത്യാവശ്യം വേണ്ട ഒരു കാര്യമാണ്, we write n is equal to
ak minus 1, ak minus 2, etc. a1 a0 to the base b എന്നറിയാൻ വേണ്ടി ഇവിടെ കുഞ്ഞ് ആയിട്ട് b നെ എഴുതുക. നമ്മൾ 10ന്റെ കാര്യത്തിൽ നമ്മൾ 529 എഴുതിയപ്പോൾ താഴെ 10ന്റെ ബേസിൽ എഴുതിയില്ല, കാരണം 10ന്റെ ബേസിൽ നമ്മൾ എഴുതില്ല, സർവ്വവ്യാപകമായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതുകൊണ്ട് അത് എഴുതില്ല. വേറെ ആരുടെയെങ്കിലും ആണെങ്കിൽ ബേസിന്റെ അവിടെ ബി എന്നിവിടെ എഴുതിയതുപോലെ ഇവിടെ എഴുതും. ഇതാണ് അവർ പറയുന്ന ഡെഫിനിഷൻ. അപ്പോ നമുക്ക് കഴിഞ്ഞ ദിവസവും പറഞ്ഞ കാര്യമാണ്, വെൻ ആണെങ്കിൽ നോട്ടായിട്ട്, when the base is 2, the expansion is called the binary expansion. When the base is 2, the expansion is called the binary expansion. The expansion is called the binary expansion. അപ്പോൾ ഇവിടുത്തെ ബേസ് 2 ആകുമ്പോൾ കോഎഫിഷ്യൻസ് നമ്മൾ പറഞ്ഞില്ല, ബേസ് ബി ആയിരിക്കുമ്പോൾ ഇവിടെ വരുന്ന കോഎഫിഷ്യൻസ് AK -1 A1 A0 ഒക്കെ ബിനേക്കാൾ ചെറുതാവണ്ടേ. അപ്പൊ ബേസ് 2 ആകുമ്പോൾ 2നേക്കാൾ ചെറുതാവുന്ന പോസിറ്റീവ് നോൺ നെഗറ്റീവ് ഇൻഡിജേഴ്സ്, അങ്ങനെ തന്നെ വാക്ക് ഉപയോഗിക്കണം. 2നേക്കാൾ ചെറുതാവുന്ന നോൺ നെഗറ്റീവ് ഇൻഡിജേഴ്സ് 0 1 ആണ് അല്ലെ. അപ്പോ that is when b is equal to 2, each coefficient is 0 and 1. Each coefficient is 0 and 1. അല്ലേ, 0 and 1 വേറെ ആൾക്കാർ റിപ്പീറ്റ് ചെയ്യാം, 0 or 1. And these two digits are called binary digits. And these two digits are called binary digits. These two digits are called binary digits. These two digits are called binary digits. ബൈനറി ഡിജിറ്റ്സ് അല്ലെങ്കിൽ ബിറ്റ്സ് എന്നും പറയും. ഇനി നോട്ട് 2 ആയിട്ട് കേൾക്കാൻ പറ്റുന്നുണ്ടോ? ഹലോ ഹലോ The number system with the base 10 is called the decimal number system. പറഞ്ഞ കാര്യമാണ്, the number system with the base 10 is the decimal system. The decimal system. നമ്മൾ ഇവിടെ നിന്നാണ് ഈ സെക്ഷൻ തുടങ്ങിയതെങ്കിലും
നമ്മൾ ഡെഫിനിഷൻ പറഞ്ഞതിന് ശേഷം എഴുതുക. നമ്മളിപ്പോ ബേസ് 11 ആണെങ്കിലേ ബേസ് 11 ആണെങ്കിൽ അവിടെ വരുന്ന ബേസ് 10 ആകുമ്പോൾ വരുന്ന ഡിജിറ്റ്സ് ആരാ? അല്ല, ബേസ് 2 ആകുമ്പോൾ വരുന്ന ഡിജിറ്റ്സ് 0 1 ആണ് അല്ലെ? ബേസ് 2 ആകുമ്പോൾ വരുന്ന ഡിജിറ്റ്സ്. ബേസ് ഇപ്പൊ 8 ആകുമ്പോൾ വരുന്ന ഡിജിറ്റ്സ് ആരാ? 0 1 2 3 4 5 6 7. ഇതാണ് ബേസ് 8 ആകുമ്പോൾ വരുന്ന ഡിജിറ്റ്സ്. ബേസ് 10 ആകുമ്പോൾ വരുന്ന ഡിജിറ്റ്സ് ആരാ? 1 2 3 4 5 6 7 8 9. ഇതാണ് ബേസ് 10 ആകുമ്പോൾ വരുന്നത്, അല്ലെങ്കിൽ ഡെസിമൽ സിസ്റ്റത്തിൽ വരുന്നത്. ഇനി ബേസ് 16 ആകുമ്പോൾ വരുന്ന ഡിജിറ്റ്സ് ആരൊക്കെ ആയിരിക്കും? 0 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 അല്ലെ? ഇത്രയും ആൾക്കാരാണ് എന്ത് വരുന്നത്? ബേസ് 16 ആകുമ്പോൾ വരുന്ന ഡിജിറ്റ്സ്. നിങ്ങളൊരു കാര്യം അറിയണം, ഈ നമ്മളിങ്ങനെ എഴുതുമ്പോൾ ആക്ച്വലി ഇങ്ങനെ എഴുതുക 1 2 3 4 9 ബേസ് 10 ആവും. ബേസ് 8 ആണെങ്കിൽ 5 6 7 2 3 0 4 ബേസ് 8 ആവുമ്പോൾ. ഇപ്പൊ ബേസ് 16 ആണെന്ന് വിചാരിച്ചോ. ബേസ് 16 ആകുമ്പോൾ 1 2 3 4 5 6 7 8 ഇങ്ങനെയൊക്കെ എഴുതേണ്ടി വരും. ചിലപ്പോ 12 ഉണ്ടെങ്കിൽ നമ്മൾ ഒരുപക്ഷെ 1 ആണോ 12 ആണോ എന്നൊരു കൺഫ്യൂഷൻ, 1ഉം 2 ആണോ 12 ആണോ എന്നൊരു കൺഫ്യൂഷൻ വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ എന്ത് ചെയ്യുമെന്ന് അറിയാമോ? ഈ 10ന് പകരം എ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും, 11ന് പകരം ബി കൊടുക്കും, 12ന് പകരം സി കൊടുക്കും, 13ന് പകരം ഡി കൊടുക്കും, 14ന് പകരം ഇ കൊടുക്കും, 15ന് പകരം എന്ത് കൊടുക്കും? എ ബി സി ഡി ഇ എഫ് എഫ് കൊടുക്കും. അപ്പോ 0 1 2 3 എക്സെട്ര 9. 10ന്റെ പ്ലേസിൽ ബേസ് 16 വരുമ്പോൾ ശ്രദ്ധിക്കണം, 10 എന്ന് എഴുതില്ല, അതിന് പകരം എന്ത് എഴുതുകയുള്ളൂ? ഇപ്പൊ ബേസ് 16 ആയിട്ടുള്ള നമ്പർ ഇതാണെന്ന് വിചാരിക്കുക, 1 2 3 4 5 അങ്ങനെ എഴുതുന്നില്ല, 56 3 2 1 1 0 ഒറ്റ ആണെന്ന് വിചാരിക്കാം. അടുത്ത് ഇങ്ങനെയൊന്ന് വിചാരിക്കാം. ഇങ്ങനെ എഴുതില്ല നമ്മള്. ബേസ് 16 ആണെങ്കിൽ 5 6 3 2 10ന് പകരം എ എഴുതും, 12ന് പകരം സി എഴുതും. ഇങ്ങനെ എഴുതുള്ളൂ 16. ഇങ്ങനെ എഴുതുന്നത് തെറ്റാണ്. ഇവിടെ 16 ബേസ് ആകുമ്പോൾ ഇവിടെ 10 എന്ന് പ്രത്യേകം നമ്മൾ എഴുതാറില്ല, 10ന് പകരം എ എന്ന് എഴുതാറുള്ളൂ, 12 എന്നും എഴുതാറില്ല, 12ന് പകരം സി എന്ന് എഴുതാറുള്ളൂ. അതാണ് അടുത്ത് പറയുന്നത്. When the base is greater than 10, when the base is greater than 10, when the base is greater than 10, we use the letters A, B, C, etc. അങ്ങനെ കണ്ടിന്യൂ ചെയ്യാം. നിങ്ങൾക്ക് Z വരെ പോവാം. അങ്ങനെ നമ്മൾ 16 എഴുതാറുള്ളൂ, അത് കവിഞ്ഞൊന്നും എഴുതാറില്ല. To represent the digits (10, 11, 12, etc. respectively. അപ്പോൾ ഡിജിറ്റ്സ് എന്ന് പറയുമ്പോൾ കൺഫ്യൂഷൻ വരരുത്. നമുക്കവിടെ 0 1 മുതൽ 9 വരെയുള്ള ഡിജിറ്റ്സ് എന്ന് നമ്മൾ മനസ്സിലാക്കിയുള്ളത്. കാരണം ബേസ് 10ൽ ഊന്നി പഠിച്ചത് കൊണ്ടാണ് നമ്മൾ അങ്ങനെ എഴുതിയിട്ടുള്ളത്.
അപ്പോൾ 10, 11, 12, 13, etc. respectively. To avoid confusion ഒഴിവാക്കാൻ വേണ്ടി മാത്രമാണ്. ഇനി നിങ്ങൾക്ക് അങ്ങനെയൊക്കെ എഴുതണമെന്ന് വാശിയുണ്ടെങ്കിൽ അങ്ങനെ എഴുതിക്കോ, പക്ഷെ അത് തിരിച്ചറിയാം. 16 എഴുതുമ്പോൾ 1 6 ആണോ അല്ലെങ്കിൽ 16 ആണോ എന്നൊക്കെ തെറ്റിദ്ധരിക്കാൻ പാടില്ല. നമ്മൾ എഴുതുമ്പോൾ ഇങ്ങനെ എഴുതാറുള്ളൂ. ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് express express 1 0 1 1 0 to the base 2 in base 10. 10ന്റെ ബേസിൽ ഇതിനെ എക്സ്പ്രസ് ചെയ്യാം. തന്നിരിക്കുന്ന ഏതാണ്? ബൈനറി സിസ്റ്റം ആണ് അല്ലേ? അതിനെ 10ന്റെ ഡെസിമൽ സിസ്റ്റത്തിലോട്ട് കൺവേർട്ട് ചെയ്യണം അല്ലേ? അപ്പോൾ 1 0 1 1 0 ഇതിനെ എങ്ങനെ എഴുതാം? ആക്ച്വലി ഏറ്റവും ലാസ്റ്റ് കിടക്കുന്ന 0 അല്ലേ? അപ്പോൾ 0 into 2⁻0 എന്ന് എഴുതാം. പ്ലസ് അതിന് തൊട്ട് മുമ്പ് കിടക്കുന്ന ഈ 1 അല്ലേ? ഈ 1 അല്ലേ? ഈ 1ന് പകരം 1 into 2⁻1 എന്ന് എഴുതുക. 1 into 2⁻1 പ്ലസ് അടുത്ത് കിടക്കുന്നത് ഈ 1 അല്ലേ? അവിടെയും 1 into 2 സ്ക്വയർ എന്ന് എഴുതുക. പ്ലസ് 0 into 2 ക്യൂബ് എന്ന് എഴുതുക. ഈ 0ന് പകരം 0 into 2 ക്യൂബ്. അടുത്ത് ഇനി 1 into 2⁻4 പ്ലസ് 1 into 2⁻4. This is binary expansion അല്ലേ? ബൈനറി എക്സ്പാൻഷൻ. കാരണം 2ന്റെ ബേസിൽ എഴുതിക്കും. നമ്മൾ 10ന്റെ ബേസിൽ എഴുതുന്ന ആൾക്കാരാണെങ്കിൽ ബേസ് ബി ആണെങ്കിൽ ഇങ്ങനെ എഴുതൂലേ? ആ ഡിജിറ്റ് ഇൻറ്റു അല്ലെ? ആ ഡിജിറ്റ് ഇൻറ്റു b⁻0. അതുകൊണ്ടാണ് അവിടെ a0. ഇവിടെ a1 ഇൻറ്റു ആ ഡിജിറ്റ് ഇൻറ്റു b⁻1. അടുത്ത് a2 ഇൻറ്റു b സ്ക്വയർ, a3 ഇൻറ്റു b ക്യൂബ്, a4 ഇൻറ്റു b⁻4. അതാണല്ലോ നമ്മുടെ എക്സ്പാൻഷൻ. ബേസ് ബിയുടെ എക്സ്പാൻഷൻ അങ്ങനെയല്ലേ? സോ ദിസ് ഇസ് ഈക്വൽ ടു ഇനി 2⁻4. 1 into 2⁻4 അറിയാലോ? 0 into 2 ക്യൂബ് 0 അല്ലേ? 1 into 2 സ്ക്വയർ പ്ലസ് അപ്പൊ എത്രയായി? 16 20 22 അല്ലേ? അപ്പൊ 22 ബേസ് 10 ആയതുകൊണ്ട് ഞാൻ എഴുതുന്നില്ല 22 ബേസ് 10 എന്ന്. അങ്ങനെ ആരും ഇങ്ങനെ നമ്മൾ ഇങ്ങനെ എഴുതാറില്ല. 22 ബേസ് 10 എന്ന് എഴുതാറില്ല അല്ലേ? കാരണം നമ്മൾ വ്യാപകമായിട്ട് യൂസ് ചെയ്യുന്നതുകൊണ്ട് അത് എഴുതാറില്ല. ബാക്കിയുള്ളിടത്തൊക്കെ എഴുതുക. അടുത്ത ക്വസ്റ്റ്യൻ, express express 3abc ബേസ് 16 ആണ്. ഇൻ ബേസ് 10 അല്ലെ? 16ന്റെ ബേസിൽ തന്നിരിക്കുന്നതിനെ 10ന്റെ ബേസിലോട്ട് കൺവേർട്ട് ചെയ്യാം. നേരത്തെ 2ന്റെ ബേസിലുള്ളതിനെ 10ന്റെ ബേസിൽ എഴുതാനായിരുന്നു ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഇപ്പോ 16ന്റെ ബേസിലുള്ളതിനെ 10ന്റെ ബേസിൽ എക്സ്പ്രസ് ചെയ്യാം. അപ്പോ നമുക്കറിയാം a എത്രയാണെന്ന് അറിയാം. a is equal to 10 ആണ് അല്ലേ? b is equal to 11 ആണെന്ന് അറിയാം. c is equal to 12 ആണെന്ന് അറിയാം അല്ലേ? Therefore 3abc ബേസ് 16 ആണ്. 3abc ബേസ് 16 അതിനെ എങ്ങനെ എക്സ്പ്രസ് ചെയ്യാം? ദിസ് ഈക്വൽ ടു ആദ്യം c എഴുതുക. c into 16⁻0
plus b into 16 raised to 1 plus a into 16 raised to 2 അല്ലേ plus 3 into 16 cube ഇതാണോ 3 into 16 cube, a into 16 square, b into 16 plus c into 16 raised to 0 is equal to 3 into 16 cube നോക്കുക എത്രയുണ്ട് 16 cube അല്ലേ 16 സ്ക്വയർ പിന്നെ വീണ്ടും 16 മൾട്ടിപ്ലൈ അല്ലേ Okay, 3796 plus a എന്ന് പറഞ്ഞാൽ എത്ര നമ്മളോട് എഴുതിക്കുന്നില്ലേ a 10 അല്ലേ 10 into 16 square 16 square നമുക്കറിയാം 256 plus b അവിടെ തന്നിട്ടുണ്ട് 11 into 16 plus c അവിടെ ഉണ്ട് 12 അപ്പോൾ this is equal to 3 into 3796 അല്ലേ 3796 into 3 അല്ലേ 12288 plus 2560 plus 16 into 11 116 16 176 plus 12 ഇവിടെ എന്താ വരിക ഇതെല്ലാം കൂടി ആഡ് ചെയ്യുക 268 16 1 2 9 15 23 2 3 8 16 ക്യൂബ് അതല്ല 16 ക്യൂബ് എത്ര 4096 അല്ലേ 16 ക്യൂബ് 4096 പ്ലസ് 60 a എത്ര വന്ന് 10 അല്ലേ 10 into 256 plus b 11 into 16 plus c 12 ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്താ വരിക മൾട്ടിപ്ലൈ ഇവിടെ ഉണ്ട് ആൻസർ 12 12288 plus 176 plus 12 എല്ലാം കൂടി ആഡ് ചെയ്യുമ്പോൾ 15036 എന്ന് കിട്ടും ഇത് ബേസ് 10 ആയിട്ടുള്ള അപ്പോൾ ബേസ് 10 ആയിട്ടുള്ളത് നമ്മൾ എഴുതില്ലല്ലോ അപ്പോൾ 16ന്റെ ബേസ് തന്നിരുന്നതിനെ 10ന്റെ ബേസിലോട്ട് മാറ്റി അപ്പോൾ